കൂടെ OBC മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അജയ് ഘോഷ്, ഇദ്ദേഹം OBC മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് NT പ്രദീപ്. ഒരു സങ്കീർണമായ വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സിയാസത്ത് നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച ഒരു സങ്കീർണതയുള്ള കാര്യമാണ്. അതിന് അത്ര സാങ്കേതിക കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. 2019 ഫെബ്രുവരി 1 വന്ന വിജ്ഞാപനം അനുസരിച്ച് തീരദേശത്ത് താമസിക്കുന്നവർക്ക് അനുകൂലമായി ധാരാളം കാര്യങ്ങൾ പുതിയ വിജ്ഞാപനത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഇത് കേരളത്തിൽ നടപ്പിലാകുന്നില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദ്വീപ് സമൂഹങ്ങളിലും ഒക്കെ ഇപ്പോൾ സിയാസത്തിൽ നോട്ടിഫിക്കേഷൻ 2019 ഫെബ്രുവരി 1 നടപ്പിലാവും. പക്ഷെ കേരളത്തിൽ മാത്രം ഇത് നടപ്പിലായിട്ടില്ല. ഞാൻ ആരോപിക്കുന്നത് ഇത് തീരദേശത്തെ പാവപ്പെട്ട ആളുകൾക്ക് അനുകൂലമായി വന്നത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ സിയാസത്ത് മാനേജ്മെന്റ് അതോറിറ്റി ഇതിൽ താല്പര്യം കാണിക്കാത്തത്. വൻകിട കയ്യേറ്റക്കാർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ടാവുക. ഇതിന്റെ മുഴുവൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് പാവപ്പെട്ട തീരദേശവാസികൾക്കാണ്. അതൊക്കെ വിശദമായിട്ട് ഈ കാര്യങ്ങളുണ്ട്. ഈ സിയാസത്ത് വിഷയം തന്നെ ഒരു സങ്കീർണമാണ്. 1985 മുതൽ ചർച്ച ചെയ്ത് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് 1991 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി തീരപരിസ്ഥിതിയും തീരസംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ 91 വന്നത്. ഇന്ത്യ മുഴുവനും വലിയ എതിർപ്പുകളൊക്കെ വന്നതിന് തുടർന്ന് 2011 കുറച്ചും കൂടി തിരുത്തൽ വരുത്തി ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അതിൻ്റെ അകത്തും ധാരാളം കമ്മീഷനും ധാരാളം പഠന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച് പോരായ്മകൾ ധാരാളം ഉണ്ട്. അതിൽ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്കും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെയും ബന്ധപ്പെട്ടവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി പല കോടതി വിധികളും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടി തീരദേശവാസികൾക്ക് അനുകൂലമായും തീര പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് കുറെ കൂടി ഗുണകരമായി, പൂർണ്ണമായി ശരിയാണെന്നില്ല, എന്നാൽ കുറെ കൂടി ഗുണകരമായിട്ടാണ് 2019 ഫെബ്രുവരി 1 പുതിയ നോട്ടിഫിക്കേഷൻ വന്നത്. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് മുഖ്യമന്ത്രി ചെയർമാനായ സിയാസത്ത് മാനേജ്മെന്റ് അതോറിറ്റി, മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്ത അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ. അവർ ചെയ്യേണ്ടിരുന്നത് അവരുടെ പ്രക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ആ വിജ്ഞാപനത്തിൽ പറയുന്ന മാറ്റം അനുസരിച്ച് കേരളത്തിന്റെ തീരദേശത്തിന്റെ ഒരു മാപ്പ് തയ്യാറാക്കണം, ഒരു കരട് മാപ്പ്. ആ മാപ്പ് തയ്യാറാക്കി എല്ലാ ജില്ലയിലും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രസിദ്ധീകരിക്കണം. 60 ദിവസം പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം. അത് 60 ദിവസം പ്രസിദ്ധീകരിക്കണം. അത് കഴിഞ്ഞ് ആ ആവലാതികളൊക്കെ കേട്ടതിന് ശേഷമാണ് അസൽ മാപ്പ് പ്രസിദ്ധീകരിച്ച് കേന്ദ്രത്തിന്റെ അനുമതിക്ക് നൽകേണ്ടത്. ആ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം സിയാസത്ത് മാനേജ്മെന്റ് അതോറിറ്റിക്കാണ്. മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. 5 കൊല്ലമായിട്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഈ നിയമം നടപ്പിലായിട്ട് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളുള്ള മുംബൈ ബൃഹത് കോർപ്പറേഷനിലടക്കം ഇത് ചർച്ച ചെയ്ത് 2022 പാസ്സായി. ഗോവ ഒരു കേസിന്റെ വിധി മാത്രമേ ഉള്ളൂ ഗോവയിൽ ഇത് പൂർത്തിയാവാൻ, ബാക്കിയൊക്കെ പൂർത്തിയായി. പക്ഷെ കേരളത്തിൽ ഇവിടെ എന്റെ ആരോപണം ഇത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്ക് അനുകൂലമായത് കൊണ്ടാണ് ഇവർ അനാസ്ഥ കാണിക്കുന്നത് എന്നാണ് പറയാൻ.